ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാന യോഗം. ശ്ലോകം 9. പുണ്യോ ഗന്ധഃ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു. വിവർത്തനം: ഭൂമിയിൽ പുണ്യഗന്ധമായും തീയിലെ ചൂടായും ജീവജാലങ്ങളിലെല്ലാം ജീവനായും തപസ്വികളിൽ തപസ്സായും കുടികൊള്ളുന്നത് ഞാൻ തന്നെ. ഭാവാർത്ഥം: പുണ്യമെന്ന വാക്കിന് ജീർണിച്ചിട്ടില്ലാത്തത് എന്നർത്ഥം. അത് ആദിയിലുള്ളതാണ്. ഭൗതിക ലോകത്തിൽ ഏതൊന്നിനുമുണ്ട് ഒരു സവിശേഷ ഗന്ധം. പൂവിന്, ഭൂമിക്ക്, ജലത്തിന്, അഗ്നിക്ക്, വായുവിന് ഗന്ധമില്ലാത്തതായി ഒന്നുമില്ല. മാലിന്യം തീണ്ടാത്ത മൗലികമായ സർവഭൂത വ്യാപ്തമായ ഗന്ധമത്രേ കൃഷ്ണൻ. അതുപോലെ ഓരോന്നിനുമുണ്ട് മൗലികമായൊരു രസവും. രാസദ്രവ്യങ്ങളുടെ കലർപ്പുണ്ടായാൽ ഈ രസം വ്യത്യസ്തമാകുന്നു. എല്ലാറ്റിനും മൗലികമായി ഒരു പ്രത്യേക ഗന്ധവും രസവുമുണ്ട്. വിഭാവസു അഥവാ അഗ്നി കൂടാതെ നമുക്ക് ഫാക്ടറികൾ നടത്താനോ ആഹാരം പാകം ചെയ്യാനോ സാധ്യമല്ല. ആ അഗ്നി കൃഷ്ണൻ തന്നെ. അതിൻ്റെ ചൂടും കൃഷ്ണനാണ്. ആയുർവേദമനുസരിച്ച് ദഹനക്കേടുണ്ടാകുന്നത് ഉദരത്തിലെ ഊഷ്മാവ് കുറയുമ്പോഴാണ്. അതുകൊണ്ട് ദീപനക്രിയയ്ക്ക് അഗ്നി അത്യാവശ്യമാണ്. ഭൂമി, ജലം മുതലായ എല്ലാ ക്രിയാത്മക തത്വങ്ങളും ധാതുവർഗങ്ങളും സർവ ഭൗതിക മൂലകങ്ങളും കൃഷ്ണനിൽ നിന്നുളവാകുന്നുവെന്ന് കൃഷ്ണാവബോധം ഉദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു മനുഷ്യന് ആയുസ്സുണ്ടാകുന്നതും കൃഷ്ണൻ മൂലം തന്നെയാണ്. ഭഗവത് അനുഗ്രഹത്താൽ മനുഷ്യന് സ്വജീവിതകാലത്തെ കൂടുതൽ ദീർഘിപ്പിക്കാനോ കുറയ്ക്കാനോ കഴിയും. കൃഷ്ണാവബോധം ഏതൊരു മണ്ഡലത്തിലും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ശ്ലോകം 10. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിർബുദ്ധിമതാമസ്മി തേ തേജസ്തേജസ്വിനാമഹം. വിവർത്തനം: ഹേ കുന്തിപുത്ര, സർവജീവജാലങ്ങളുടെയും ആദിബീജം ഞാനാണെന്ന് നീ അറിയണം. ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും ശക്തിയും തേജസ്വികളുടെ തേജസ്സും ഞാൻ തന്നെ. ഭാവാർത്ഥം: ബീജമെന്നാൽ വിത്ത്. കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും ബീജം. ചരാചരങ്ങളായ ജീവജാലങ്ങൾ പലതരത്തിലുണ്ട്. പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും മറ്റു പല ജീവികളും ചരങ്ങളാണ്. വൃക്ഷങ്ങളും ചെടികളും അചരങ്ങളിൽ ചലിക്കാത്തവയിൽപ്പെടുന്നു. അവയ്ക്ക് വെറുതെ നിൽക്കുവാൻ മാത്രമേ കഴിയൂ. ഇങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവിവർഗങ്ങളും 84 ലക്ഷം ജീവജാതി വിഭാഗങ്ങളിൽപ്പെടുന്നു. ചിലത് ചരങ്ങളും ചിലത് അചരങ്ങളും. ഇവയുടെ എല്ലാം ആദിമ ബീജം കൃഷ്ണനാണ്. ബ്രഹ്മം അഥവാ പരമ നിരപേക്ഷ സത്യമാണ് എല്ലാത്തിൻ്റെയും പ്രഭവസ്ഥാനമെന്ന് വൈദിക സാഹിത്യം പറയുന്നു. കൃഷ്ണനാണ് പരബ്രഹ്മം, പരമാത്മാവ്. ബ്രഹ്മം അവ്യക്തഗതവും പരബ്രഹ്മം വ്യക്തിഗതവുമാണ്. അവ്യക്തഗതമായ ബ്രഹ്മം വ്യക്തിഭാവത്തിൽ നിലകൊള്ളുന്നുവെന്നാണ് ഭഗവത്ഗീതയുടെ സിദ്ധാന്തം. അതിനാൽ കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും മൗലികമായ പ്രഭവസ്ഥാനം. അദ്ദേഹമാണ് തായ്വേര്. വേര് മഹാവൃക്ഷത്തെ എന്ന പോലെ സകലത്തിനും അടിവേരായ കൃഷ്ണൻ ഈ ഭൗതിക ആവിഷ്കാരങ്ങളെയെല്ലാം നിലനിർത്തിപ്പോരുന്നു. കഠോപനിഷത്തും 2:2-13 ഇതെടുത്തു പറഞ്ഞിട്ടുണ്ട്. നിത്യോ നിത്യാനാം ചേതനശ്ചേതനാനാം ഏകോ ബഹൂനാമയോ വിദധാതി കാമാൻ. നിത്യരിൽ വെച്ച് നിത്യനും സർവജീവാത്മാക്കളിൽ വെച്ച് സമുത്കൃഷ്ടനുമാണ് അദ്ദേഹം. സർവഭൂതങ്ങളെയും അവിടുന്ന് തന്നെ പരിപാലിക്കുന്നു.
ബുദ്ധിയില്ലെങ്കിൽ ആർക്കും പ്രവർത്തിക്കാനാവില്ല. താനാണ് ബുദ്ധിക്ക് കാരണമെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിഹീനർക്ക് ഭഗവാൻ കൃഷ്ണനെ അറിയാൻ കഴിയില്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.